ദ്രൗപദിയും അനന്തമായ സാരിയും. വളരെ കാലം മുൻപ് പാണ്ഡവകുമാരന്മാർ കൗരവരോട് ഒരു പകിടകളിയിൽ പരാജയപ്പെട്ടു. ഇക്കാരണത്താൽ അവർക്ക് എല്ലാം, അവരുടെ രാജ്യം പോലും നൽകേണ്ടി വന്നു. ഒടുവിൽ ദുഷ്ടനായ ദുശ്ശാസനൻ രാജ്ഞി ദ്രൗപദിയെ വലിയ കൊട്ടാരത്തിലേക്ക് വലിച്ചിഴച്ചു. എല്ലാവരും ഞെട്ടിപ്പോയി. ദുശ്ശാസനൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ ദ്രൗപദിയുടെ സാരി ഊരിമാറ്റി എല്ലാവരുടെയും മുന്നിൽ അവളെ അപമാനിക്കും. ദ്രൗപദി ഭയന്നിരുന്നു. പക്ഷേ അവളുടെ ഹൃദയം വളരെ ശക്തയായിരുന്നു. അവൾ കണ്ണുകൾ അടച്ച് കൃഷ്ണനോട് ആഴത്തിൽ പ്രാർത്ഥിച്ചു. ഗോവിന്ദ, എന്നെ സംരക്ഷിക്കൂ. എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല. ദുശ്ശാസനൻ തൻ്റെ സാരി വലിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു മാന്ത്രികത സംഭവിച്ചു. സാരി നീളം കൂടിക്കൊണ്ടേയിരുന്നു. അവൻ എത്ര വലിച്ചാലും അത് അവസാനിച്ചില്ല. താമസിയാതെ ഹാളിൽ തുണിക്കൂമ്പാരങ്ങൾ നിറഞ്ഞു. ക്ഷീണിതനും ശ്വാസം മുട്ടിയും ദുശ്ശാസനൻ നിലത്തു വീണു. കൃഷ്ണനിലുള്ള അവളുടെ വിശ്വാസം തന്നെ രക്ഷിച്ചുവെന്ന് എല്ലാവർക്കും മനസ്സിലായപ്പോൾ ദ്രൗപദി സുരക്ഷിതയായി അന്തസ്സോടെ തിളങ്ങി നിന്നു. കൂട്ടുകാരെ, കഷ്ടതയിൽ അകപ്പെടുമ്പോൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ധൈര്യമായിരിക്കുക. നിരപരാധികളെ സംരക്ഷിക്കാൻ ദൈവിക സഹായം എപ്പോഴും ഉണ്ടാകും.